ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2025 ഏപ്രിൽ 16 ബുധനാഴ്ചയാണ്. ഇന്നലെ സെൻസെക്സിന്റെ എക്സ്പയറി ആയിരുന്നു, നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അതിൻ്റെ ഇടയിലുള്ള ഒരു ദിവസത്തിലാണ് നമ്മളുള്ളത്. ദെൻ മോസ്റ്റ് പ്രോബ്ലി ഈ വെള്ളിയാഴ്ച നമുക്ക് ഹോളിഡേ ആയിരിക്കും, ദുഃഖ വെള്ളിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അത് നാളത്തോടു കൂടി കൺഫേം ചെയ്യാം. ദെൻ ചാനൽ ആദ്യമായിട്ട് സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് എത്തിച്ച് എന്നോട് സഹകരിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇതിനകത്ത് നിങ്ങൾ ആവശ്യപ്പെട്ട ഡാറ്റയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യം ഉള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞ ഡാറ്റ ഞാൻ നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നു. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് എവിടെ നിന്നായാലും ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പം നമ്മളെല്ലാവരും തപ്പിപ്പിടിച്ച് ഓരോ ഭാഗത്ത് പോകണ്ടല്ലോ. അപ്പോൾ ഒരാൾ കളക്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുമല്ലോ എന്ന രീതിയിലാണ് അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഇപ്പം എന്തായാലും ഞാൻ എല്ലാ ദിവസവും ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. അത് പ്രകാരം അത് നിങ്ങൾക്ക് ഒന്നിച്ചൊന്ന് കമ്പൈൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്നു. അത്ര മാത്രമേ ഇതിനകത്തുള്ളൂ. ഇതൊന്നും തന്നെ ഒരു പ്രീമിയം ലെവലിലുള്ള ഒരു ന്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല. എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആയതാണ്. പക്ഷേ ഓരോരോ സൈറ്റുകളിൽ നിന്ന് കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കണം എന്നൊരാഗ്രഹത്തോടുകൂടി ചെയ്യുന്നതാണ്. അതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും ഉണ്ടാകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കാം. എന്തായാലും ഇന്നത്തെ ഹൈലൈറ്റ്സിൽ ട്രംപ് താരിഫിൻ്റെതല്ല, നിഫ്റ്റിയുടെ ഒരു ചോദ്യമാണുള്ളത്. നിഫ്റ്റി ഇപ്പോൾ ഉള്ള സ്ഥലത്ത് കൺസോളിഡേറ്റ് ചെയ്യുമോ അതോ തിരിച്ചു കയറി പോകുമോ എന്നുള്ളതാണ് ചോദ്യം. അത് ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ മാർക്കറ്റ് ഉള്ളത്. മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എക്സ്പേർട്ടുകൾ പറയാറുള്ളത്, എല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എല്ലാവരും കംഫർട്ടായിട്ടിരിക്കുമ്പോൾ, അതായത് വളരെ പ്രതീക്ഷയോടിരിക്കുമ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക എന്നാണ് പറയാറുള്ളത്. കാരണം ഇപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയമാണ്. മാർക്കറ്റ് ഫർദർ ഫോളോ വരുമോ എന്നുള്ളത്. ആ സമയത്തേക്ക് നമ്മൾ പാർഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത് ദെൻ ഒരു സമയത്ത് മാർക്കറ്റ് നല്ല ബുള്ളിഷായി കയറിപ്പോകുന്ന സമയം ഉണ്ടാവും. ആ സമയത്ത് എല്ലാവരും പറയും മാർക്കറ്റ് അടിപൊളിയാണ്. എല്ലാവരും അവിടെ വെച്ച് എൻട്രി എടുക്കാൻ തുടങ്ങും. നമ്മൾ അവിടെ വെച്ചിട്ട് എക്സിറ്റായി മാറി നിൽക്കുക. കാരണം അതിനുശേഷം എല്ലാവരും എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ കിട്ടിയ കാശ് മുഴുവൻ അവർ പ്രോഫിറ്റാക്കി മാറ്റിയെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറേ തിയറീസ് ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശരിക്കും പഠിച്ചിട്ട് തന്നെ ചെയ്യുക. ഈ ഇത്തരം പരിപാടികൾ, സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അതിൻ്റെ സംഭവങ്ങൾ ഒന്നുകിൽ ഒരു നല്ല ഫിനാൻഷ്യൽ അഡ്വൈസർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നിഫ്റ്റി ഇനി കയറി പോകുമോ, ഫർദർ ഫോളോ വരും. ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഒരു നെഗറ്റീവാണ്. എന്തായാലും നമുക്ക് അത് ആ ഡാറ്റ എത്തുമ്പോൾ നോക്കാം. ഫർദർ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്വിഗ്ഗി അവർ ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ലേബറുമായിട്ട്. അവിടെ എന്താ പറയുക, കുറേ 12 ലക്ഷം ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ എന്തൊക്കെയോ ന്യൂസാണ് ഞാൻ കണ്ടത്. എന്തായാലും അവർക്ക് അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആസ്റ്റർ DM ഇന്നലെ ഞാൻ പറഞ്ഞതായിരുന്നു, അവരുടെ രണ്ട് കമ്പനീസ് ക്വാളിറ്റി കെയർ ഇന്ത്യ, ആസ്റ്റർ DM ഹെൽത്ത് കെയറുമായിട്ട് അവർ മെർജ് ചെയ്യാണ്. അപ്പോൾ അതിനുള്ള ഫൈനൽ അപ്രൂവൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ TCS ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് അവർക്ക് ഒരു 21 ഏക്കർ ലാൻഡ് കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ അത് ഫ്രീ കൊടുത്തതല്ല, 99 പൈസ പെർ ഏക്കറിനായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. കാരണം ആ നാട്ടിലേക്ക് കൂടുതൽ ബിസിനസ് വരണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്താലേ നടക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയിട്ട് ആന്ധ്ര ഗവൺമെൻറ് അല്ലെങ്കിലും ഇൻഡസ്ട്രിയലിസ്റ്റ് എന്താ പറയുക, ഓണ്ടർപ്രീനേഴ്സിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം സക്സസ് ആവുന്നുണ്ട് എന്ന കാര്യത്തിലൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷേ ന്യൂസിൽ വായിക്കുമ്പോൾ എപ്പോഴും കാണാറുള്ളത് മീൻസ് ആന്ധ്രാപ്രദേശ് അവിടെയുള്ള ഏത് ഗവൺമെൻറ് ആയി കഴിഞ്ഞാലും അവർ നല്ല രീതിയിൽ ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീനെ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലും തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കും. കേരളത്തിൽ ഒരുപാട് ഇനീഷ്യേറ്റീവുകൾ ഉണ്ട്. തീർച്ചയായിട്ടും അത് പബ്ലിക്കിന് പുറത്തേക്ക് അധികം വലിയൊരു ന്യൂസായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് എനിക്കറിയാൻ പറ്റിയത്. എന്തായാലും ഡാബർ ഇന്ത്യ അവരുടെ ഡാബർ ഇന്റർനാഷണൽ ഫ്രീ സോൺ, ഇത് എനിക്ക് തോന്നുന്നു UAE-ലാണെന്ന് തോന്നി ഈ കമ്പനി. എന്തായാലും ഇത് UK-യിലുള്ള ഒരു കമ്പനിയായിട്ട് ഒരു ടൈഅപ്പിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓൾമോസ്റ്റ് ഫൈനലൈസ് ആയിട്ടുണ്ട്. NSE-യുടെ ടിക്ക് സൈസ് ചേഞ്ച് ചെയ്തു. ആദ്യം ടിക്ക് സൈസ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ടിക്ക് സൈസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈസ് കയറിപ്പോകുന്നതിൻ്റെ ആ സ്റ്റെപ്പുകളാണ്. ഒരു പ്രൈസിൽ വരുന്ന മൂവ്മെൻറ്റിൻ്റെ സ്റ്റെപ്പുകൾ. അതായത് എങ്ങനെയാണ് പറയാന്ന് പറഞ്ഞാൽ
₹1 100 പ്രൈസ് ഉള്ള ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റോക്കിന് 100 രൂപയാണ്. അത് 101 രൂപയിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ 101, അതായത് 1 പൈസ 2 പൈസ 3 പൈസ അങ്ങനെ 1 പൈസ കണക്കിൽ നീങ്ങാം, അല്ലെങ്കിൽ 5 പൈസ 10 പൈസ 15 പൈസ 20 പൈസ എന്നുള്ള രീതിയിൽ അങ്ങനെ നീങ്ങാം, അല്ലെങ്കിൽ 10 20 30 40 50 അങ്ങനെയുള്ള പൈസ കണക്കിൽ, അല്ലെങ്കിൽ ₹1 100 കഴിഞ്ഞാൽ 101 102 ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ പ്രൈസ് കയറിപ്പോകുന്നത്, അതിനെയാണ് ടിക്സ് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് NSE എന്നുള്ളതാണ്. ഇതൊരു അവരുടെ ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. ഈ ഏപ്രിൽ 15 മുതൽ, അതായത് മിനിഞ്ഞാന്ന്, ഇന്ന് ഇപ്പോൾ 17ആയി, മിനിഞ്ഞാന്ന് മുതലാണ് ഇത് ചേഞ്ച് ആയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ട്രേഡിങ്ങിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചില സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചെറിയൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് സ്റ്റോക്കിനായാലും ഓപ്ഷൻസിനൊക്കെ ആയിക്കഴിഞ്ഞാലും 250 രൂപയിൽ താഴെയുള്ളതിനാണെങ്കിൽ 1 പൈസ വെച്ചിട്ടാണ് അതിൻ്റെ പ്രൈസ് കയറി പോവുക. ഇനി 250 രൂപ മുതൽ 1000 രൂപയുള്ളതാണെങ്കിൽ 5 പൈസ വെച്ചാണ് കയറി പോവുക. 1000 മുതൽ 5000 വരെ ആണെങ്കിൽ ഇതുവരെ 5 പൈസയായിരുന്നു, ഇനി അങ്ങോട്ട് അത് 10 പൈസ റേഞ്ചിലാണ് കയറി പോവുക. അതായത് ഇപ്പോൾ ഒരു 1001 രൂപയാണുള്ളത്, 1001 10 1001 20 1001 30 എന്ന രീതിയിലാണ് കയറി പോവുക. ദെൻ 5000 മുതൽ 10000 വരെ ആണെങ്കിൽ 50 പൈസ വെച്ച് കയറിപ്പോവും. ദെൻ 10000ൻ്റെ മുകളിൽ 20000 രൂപ വരെ എത്തുമ്പോൾ 1 രൂപ റേഞ്ചിലാണ് പ്രൈസ് ചേഞ്ച് വരിക. അതിൻ്റെ മുകളിലോട്ട് 20000 രൂപയുടെ മുകളിലോട്ടുള്ള ഈ സെക്യൂരിറ്റി ആണെങ്കിൽ അതിന് 5 രൂപ വെച്ചിട്ടാണ് കയറിപ്പോവുക. ഇപ്പോൾ നോർമലി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതുള്ളത് MRF, ഡിക്സൺ ഇപ്പോൾ ഒരു താഴെയാണ്. ഡിക്സൺ ഒരു 20,000 ക്രോസ് ചെയ്യുമ്പോൾ അങ്ങനെ കുറേ കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൈസ് മൂവ്മെൻറ്റ് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൻ്റെ ഇതിലും അതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് 15000 വരെ ഉള്ളതിന് 5 പൈസ നിരക്കിലും, 15000 മുതൽ 30000 വരെ 10 പൈസ നിരക്കിലും, 30000ൻ്റെ മുകളിലോട്ട് 20 പൈസ നിരക്കിലുമാണ് പ്രൈസ് ചേഞ്ച് വരാൻ പോകുന്നത്. സോ അത് നോർമലി മാനുവൽ ട്രേഡ് ചെയ്യുന്നവർക്ക് വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വലിയൊരു വ്യത്യാസം അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം 2 ദിവസമായിട്ട് ഇത് ഓൾറെഡി റണ്ണിങ്ങിലുള്ളതല്ലേ. അപ്പോൾ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രിസൈസായിട്ട് പ്രൈസ് കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരല്പം ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അവരുടെ കോഡിങ്ങിൽ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഇപ്പോൾ ഞാൻ ഒരു എന്താ പറയുക, വൈകുന്നേരത്ത് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് വീഡിയോ രൂപത്തിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട്. അല്ലെങ്കിൽ അത് എത്രത്തോളം കൺസിസ്റ്റൻസി എനിക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുള്ളതുകൊണ്ട് ഞാൻ അതൊരു ടെക്സ്റ്റ് രൂപത്തിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം ഡാറ്റ ഇൻക്ലൂഡ് ചെയ്തിട്ട് ടെക്സ്റ്റ് രൂപത്തിൽ ഞാനിപ്പോൾ ഒരു 2 ദിവസമായിട്ട് അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടെലിഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ചാനലിലോ നിങ്ങളൊന്ന്, അല്ലെങ്കിൽ ഈവൻ ഫേസ്ബുക്കിലോ ദെൻ വാട്സപ്പ് ഗ്രൂപ്പിലോ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഞാൻ പരമാവധി പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഏറ്റവും സ്ഥിരമായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ടെലിഗ്രാം ഗ്രൂപ്പുകളിലും ചാനലുകളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോ ചാനലിലോ കയറി പറ്റാൻ പറ്റും. അവിടുന്ന് ഡെയിലി ഈവനിങ് 7-7:30 8 മണിക്ക് മുമ്പായിട്ട് ഈ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ ഇവിടെ റിലീസിങ് എന്ന് എഴുതിയത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഒത്തിരി പേര് നോട്ട് ചെയ്യുന്ന കാര്യമാണ്. കാരണം ഇത് പബ്ലിക്കിൻ്റെ മുന്നിൽ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇത്തരം മിസ്റ്റേക്കുകൾ വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഈ രാവിലെ ഉള്ള ഒരു അരമണിക്കൂർ സമയം കൊണ്ട് ന്യൂസ് കളക്ട് ചെയ്തെല്ലാം കമ്പൈൽ ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വരുന്നതാണ്. റിയലി സോറി ഫോർ ദാറ്റ്. അപ്പോൾ എന്തായാലും ഇതിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട്. അതേപോലെ മണി ഫ്ലോ എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഒത്തിരി പേര് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 160 എങ്ങാണ്ട് യൂസേഴ്സ് അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ആരെങ്കിലും ഉപയോഗിക്കുക, അതിൻ്റെ മെയിൻ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇന്നലെ ട്രേഡ് ചെയ്തതിൻ്റെ ഡാറ്റ, ഇന്നലെ നിങ്ങൾ എത്ര രൂപ ഉപയോഗിച്ച് ട്രേഡ് ചെയ്തു, എത്ര പ്രോഫിറ്റ് ഓർ ലോസ് അതിന് ട്രേഡ് കൊടുക്കുക, പിന്നെ എന്തെങ്കിലും ഹോൾഡിങ്സ് അസറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്നലെ എന്തെങ്കിലും അസറ്റ് വിറ്റിട്ടുണ്ടോ, ഇങ്ങനെ 5 ചോദ്യങ്ങൾ ആണ് അതിനകത്ത് ഒരു ദിവസം നിങ്ങളോട് ചോദിക്കുക രാവിലെ. ആ സമയത്തേക്ക് അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ട്രേഡിംഗ് ഡേയിൽ നിങ്ങൾ എന്താണ് എയിം ചെയ്യേണ്ടത്, എന്ത് ടാർഗറ്റാണ് പ്രതീക്ഷിക്കുന്നത്, ലോസ് ആണെങ്കിൽ എവിടെ വരെ പോകാം, പ്രോഫിറ്റ് ആണെങ്കിൽ എവിടെ വരെ പോകണം, ഇങ്ങനെയുള്ള ചോദ്യത്തിന് അത് മറുപടി വരും. അതേപോലെ എത്രത്തോളം അസറ്റ് വാങ്ങിക്കണം. ഇത് കൃത്യമായിട്ടൊരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്ന ഒരു ഫോർമുലയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നിങ്ങളോട് അസറ്റ് വാങ്ങിക്കാൻ കൃത്യമായിട്ട് പറയും. അതേപോലെ ഫണ്ട് റിലീസ് ചെയ്യാം, മീൻസ് വിഡ്രോവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും പറയും, ഇത്ര രൂപ നിങ്ങൾ വിഡ്രോ ചെയ്യണം എന്നുള്ളത്. വിഡ്രോ ചെയ്യുന്ന 2 രീതിയിലേക്ക് മാറ്റാം. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് മാറ്റിയിട്ട് അത് സ്റ്റോക്കുകളിലേക്ക് അഡീഷണലി ബൈ ചെയ്തിടാം, അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് എടുത്തിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ തീർക്കാം. എന്തായാലും ഒരു കൃത്യമായ ഒരു ഗ്രോത്ത് കാണിച്ചു തരുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അതിൽ. പക്ഷേ ഞാനത് എവിടെയും ന്യൂസിൽ ഹൈലൈറ്റ്സ് ചെയ്യുക. അത് ഫ്രീ സർവീസാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ടെലിഗ്രാമിൽ കയറിയിട്ട് ആ
സംഭവം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഡെയിലി ഒരു 9 മണിക്ക് ട്രേഡിംഗ് തുടങ്ങുന്നത് അതിന് മുൻപായിട്ട് ഇന്നലെ എന്ത് ചെയ്തു എന്നുള്ള സംഭവത്തിൽ നിങ്ങളൊന്ന് 9 മണിയാണ് അതിൻ്റെ ടൈം. 9 മണിക്ക് ശേഷം ഏത് സമയം നിങ്ങൾ ട്രേഡിംഗ് തുടങ്ങുന്നതിന് മുൻപേ ഇന്നലത്തെ ഡാറ്റ എൻട്രി ചെയ്ത് കൊടുക്കുക. ദെൻ അത് പറഞ്ഞു തരും നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾ എയിം ചെയ്യണം, എത്ര ലോസ് പോവാം, അങ്ങനെ പോയാൽ എന്ത് സംഭവിക്കുക, അതിൻ്റെ കംപ്ലീറ്റ് റിപ്പോർട്ട്, ഒരു ഗ്രാഫും ചാർട്ടൊക്കെ ആയിട്ടുള്ള വലിയ റിപ്പോർട്ടൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. സോ അത് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് എന്നാണ് ഒത്തിരി പേര് പറഞ്ഞത്. കാരണം എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം, വണ്ടി കയറാൻ എല്ലാവർക്കും അറിയാം, ഇത് എവിടെ പോയി ഇറങ്ങണം എന്നുള്ളത് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയാം പ്രോഫിറ്റ് ആയാലും ഇറങ്ങണം എന്നുള്ളത്, പക്ഷെ എത്രത്തോളം കിട്ടിയാൽ എനിക്ക് നിർത്താം എന്നൊരു കാര്യത്തിൽ ആർക്കും ധാരണ ഉണ്ടാവാറില്ല. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് പറയും. അത് പ്രകാരം അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റിലേക്ക് തന്നെ, പ്രോഫിറ്റ് മീൻസ് നല്ല രീതിയിലുള്ള ഒരു മന്ത്ലി ഗ്രോത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത്. സോ നമുക്ക് അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോകാം. എന്തായാലും ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലിയർലി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ചെറിയ പോയിന്റുകളാണ് അത് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷാണ്. അപ്പോൾ ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ് അവസാനിച്ചതിന് ശേഷമാണ് US മാർക്കറ്റ് അവസാനിച്ചിട്ടുള്ളത്. സോ ഇതാണ് ഒരു ഫൈനൽ ട്രെൻഡ് US മാർക്കറ്റിൻ്റെത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിലും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്നലെ. ഏഷ്യൻ മാർക്കറ്റ് ഇന്നലെ ആദ്യം ഏഷ്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തു, പിന്നെ യൂറോപ്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തു, പിന്നെയാണ് US മാർക്കറ്റ്. അപ്പോൾ ഫൈനൽ ട്രെൻഡ് എന്നുള്ളത് US മാർക്കറ്റിനാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നത്, നമ്മുടെ മനസ്സിനെ ബാധിക്കാൻ പോകുന്നത്. ലാസ്റ്റ് നേരം വെളുക്കുന്നതിന് തൊട്ട് മുമ്പെയാണ് അവർ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നത്. എന്തായാലും ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 23,384 ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 23,302 82 പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് വന്നത്. അവിടുന്ന് 23,275 കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്നത്. കാരണം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിൽ നെഗറ്റീവ് മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. 27 പോയിന്റ് താഴോട്ട് പോയതായിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നത്. റെഡ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. സോ നോക്കാം, എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകും. ഇനി ഗോൾഡിന്റെ പ്രൈസ് വീണ്ടും പറന്നു പോവാണ്. ഒരു രക്ഷയില്ലാത്ത പോക്കാണ്. $3,273 ഇന്നത്തെ സ്വർണ്ണവില. അതേപോലെ ഇന്ത്യൻ രൂപയുടെ മൂല്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 86.05 ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നത് 85.76 എത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ മികച്ച രീതിയിൽ ഇന്ത്യൻ രൂപ റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. ദെൻ ഗ്ലോബൽ ഇവന്റ്സിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഇവന്റ് M3 മണി സപ്ലൈ ഇയർ ഓൺ ഇയർ, USA EIA ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, USA ബിസിനസ് ഇൻവെന്ററീസ്, കാനഡയിലാണെങ്കിൽ ബാങ്ക് ഓഫ് കാനഡ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, BOC മോണിറ്ററി പോളിസി റിപ്പോർട്ട്, ഇതെല്ലാം ഇന്നാണ് വരുന്നത്. USA ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മന്ത് ഓൺ മന്ത്, US റീറ്റെയിൽ സെയിൽസ് എക്സ് ഓട്ടോ മന്ത് ഓൺ മന്ത്, ദെൻ റീറ്റെയിൽ സെയിൽസ് മന്ത് ഓൺ മന്ത് USA-യിൽ നിന്ന്, UK ഇൻഫ്ലേഷൻ റേറ്റ്, ചൈന റീറ്റെയിൽ സെയിൽസ്, ചൈന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ചൈന GDP ഗ്രോത്ത്. ഇത്രയും മേജർ ഇവന്റ്സ് ആണുള്ളത്. ഏകദേശം 35ഓളം ഇവന്റുകൾ ഞാൻ കണ്ടിരുന്നു. അതിനകത്തൊരു ഇമ്പോർട്ടൻസ് തോന്നിയത് ഞാൻ കോപ്പി ചെയ്തു എന്നേ ഉള്ളൂ. ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ, കാരണം റിസൾട്ടിൻ്റെ ഒരു സീസണായി തുടങ്ങിയിട്ടുണ്ട്. വിപ്രോ, ഏഞ്ചൽ വൺ, വാരി റിന്യൂവബിൾ എനർജി, സ്വരാജ് എഞ്ചിൻസ്, സെലികോർ ഗാഡ്ജറ്റ്സ്, GTPL ഹാത്വേ, റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ ലക്ഷ്മി ഗോൾഡ് ലക്ഷ്മി ഗോൾഡ് ഓർണമെന്റ്സ്. ഓക്കെ, നല്ലൊരു പേര്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് അത് വായിക്കുന്നത്, അതുകൊണ്ടുള്ള ഒരു കൺഫ്യൂഷൻ. ലഗ്നം, സ്പിൻ ടെക്സ്, ഇൻഫോമീഡിയ പ്രസ്, ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ളത്. F&O ബാനിൽ വന്നിരിക്കുന്നത് 4 കമ്പനികളാണ്. ബിസോഫ്റ്റ്, ഹിന്ദ്കോപ്പർ, മണപ്പുറം, നാഷണൽ അലുമിനിയം. ഈ മണപ്പുറം മിക്ക ദിവസങ്ങളിലുണ്ട്, ഹിന്ദ്കോപ്പറും ഉണ്ട്, നാഷണൽ അലുമിനിയം അധിക ദിവസങ്ങളിലും അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 6,065 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ചെയ്തത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ 1,951 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 4,114 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരു മൂവ്മെന്റും ഇന്നലെ കണ്ടിരുന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ കൂടി നല്ലൊരു മൂവ്മെന്റ് ഇന്നലെ കണ്ടിരുന്നു. ഇൻട്രാഡേയിൽ മാർക്കറ്റിൽ ഒരു പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. പക്ഷേ മൊത്തത്തിൽ മിനിഞ്ഞാത്ത ക്ലോസിംഗ് മുതൽ ഇന്നലത്തെ ക്ലോസിംഗിലേക്ക് നോക്കുമ്പോൾ 500 പോയിന്റ്സിൻ്റെ ഒക്കെ മുന്നേറ്റം നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഓരോന്നായിട്ട് ഇൻഡിവിജ്വലായിട്ട് വായിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ഹയസ്റ്റ് പെർഫോമൻസ് വന്നിരിക്കുന്നത് ഇവിടെ ലാസ്റ്റ് ഉള്ള ഈ റിയാലിറ്റിയാണ്. 5.64% മൂവ്മെന്റ് ആണ് അത് കൊടുത്തിരിക്കുന്നത്. ദെൻ ETF-ന്റെ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ബീസ് ഇന്നലെ നെഗറ്റീവ് മൂവ്മെന്റ് ആണ് കാഴ്ചവെച്ചത്. പക്ഷേ മറ്റുള്ള എല്ലാ ഇൻഡെക്സുകളും എല്ലാ ETF-കളും
ഇന്നലെ പോസിറ്റീവ് മൂവ്മെന്റ് എല്ലാ ETF എന്ന് പറയുമ്പം ഒത്തിരി പേര് ചിലപ്പോൾ ചിരിക്കുന്നുണ്ട്. കാരണം 246 ETF ആണ് NSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ നിന്ന് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന 5 6 ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ എല്ലാം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഈ 6 എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും NSEയിലുള്ള മുഴുവൻ ETF-ന്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ ഇന്നലെ ഗോൾഡ് ബീസ് മാത്രമാണ് ഒരു നെഗറ്റീവ് മൂവ്മെന്റ് കൊടുത്തിട്ടുള്ളത്. ദെൻ റേഞ്ച് ബ്രേക്കേഴ്സ്, ഈ ഒരു സെഗ്മെന്റ് ഞാൻ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ട്രജാര, ഗോൾഡിയമിന്റ്, ക്യാംലിൻ, ഓക്കെ, ഇത് ഒത്തിരി സ്റ്റോക്കുകളുണ്ട്. ഞാൻ ഇത് വൈകുന്നേരത്തെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇത് ഉപയോഗിക്കാൻ പറ്റും, വായിക്കാൻ പറ്റും. ഇന്നലത്തെ വൈകുന്നേരത്തെ റിപ്പോർട്ട് ഗ്രൂപ്പുകളിൽ നോക്കിയാൽ മതി. അപ്പോൾ ഏതൊക്കെ സ്റ്റോക്ക്, ഇതൊന്നും ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഇതിൽ ഓടിപ്പോയി ഈ സ്റ്റോക്ക് വാങ്ങിക്കാനുള്ള അഡ്വൈസ് അല്ല ഈ തരുന്നത് കേട്ടോ. ഇത് ഇന്നലെ മേജർ ഹയസ്റ്റ് മൂവ്മെന്റ് കിട്ടിയ സ്റ്റോക്കുകൾ ഇവിടെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് 10 പ്രൈസ് പോസിറ്റീവ് മൂവ്മെന്റിൽ ഹയസ്റ്റ് വന്നതും നെഗറ്റീവ് മൂവ്മെന്റ്സിൽ ഹയസ്റ്റ് വന്നതുമായിട്ടുള്ള 10 സ്റ്റോക്കുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. ഞാനപ്പോൾ അത് ഈവനിങ് മാർക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ദെൻ ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇൻട്രാഡേയിൽ ആണ് ഇവിടെ റെഡ് കാണുന്നത് കേട്ടോ. അപ്പോൾ 39 പോയിന്റിന്റെ ഒരു നെഗറ്റീവ് മൂവ്മെന്റ് ആണ് ഇൻട്രാഡേയിൽ കിട്ടിയത്. പക്ഷേ 500 പോയിന്റോളം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് മൂവ്മെന്റ് ഒരു വിഷയമായിട്ട് വരുന്നില്ല. കാരണം തലേ ദിവസത്തെ ക്ലോസിംഗ് മുതൽ ഇന്നലത്തെ ക്ലോസിംഗ് വരെ പോസിറ്റീവാണ് മാർക്കറ്റുള്ളത്. 23,328 ഇന്നലെ ക്ലോസ് ചെയ്തു. ഈ ആഴ്ചയിൽ ഇതുവരെയായിട്ട് 633 പോയിന്റിന്റെ ഒരു മുന്നേറ്റം നിഫ്റ്റിക്ക് കിട്ടി. ഈ മാസത്തിൽ നല്ല രീതിയിൽ നെഗറ്റീവ് പോയതായിരുന്നു, തിരിച്ചു കയറി വന്നിട്ട് 12 പോയിന്റ് മാത്രം നെഗറ്റീവിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി മറ്റ് ഇൻഡെക്സുകളിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മാത്രം, സെൻസെക്സും നിഫ്റ്റിയാണ് ഇന്നലെ നെഗറ്റീവിൽ ക്ലോസ് ചെയ്ത്, ബാക്കിയെല്ലാം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ PCR വന്നിരിക്കുന്നത് 0.8 ആണ്. സോ അതിനകത്ത് വലിയൊരു വ്യത്യാസമൊന്നുമില്ല. ഇന്നലെയും 0.8 തന്നെയായിരുന്നു. മുകളിലോട്ടോ താഴോട്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തരാത്ത രീതിയിൽ ഒരു ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് 23,500 1,52,00,000 ഇവിടെ കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് 23,000 1,24,00,000 പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത്. വിക്സ് ആണെങ്കിൽ ഇന്നലെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. 16.13 ഇപ്പോൾ വിക്സ്. ഇന്നലെ 20.7 ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് 40% കുറഞ്ഞിട്ട് 16.13 ഇത് ഇൻട്രാഡേ ട്രേഡിങ്ങിന് പറ്റിയ ഒരു വിക്സ് ആണ്. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിക്സ് നോക്കുന്ന സമയത്ത് ഹയസ്റ്റ് വിക്സ് ഉണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കേണ്ടത് മാർക്കറ്റ് അതുവരെയും വന്നിരിക്കുന്ന ട്രെൻഡിൽ നിന്നും ഓപ്പോസിറ്റിൽ പോകാനോ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷനോ സാധ്യത ഉണ്ടെങ്കിൽ വിക്സ് ക്രാഷ് ആവും. വിക്സ് ക്രാഷ് ആകുമ്പോൾ നോർമലി ഓപ്ഷൻ സെല്ലേഴ്സിനാണ് അതുകൊണ്ട് ഗുണം ഉണ്ടാവുക. ഓപ്ഷൻ ബയേഴ്സ് കയ്യിൽ നിന്ന് കാശ് കളയേ ഉള്ളൂ. ഒരിക്കലും ഇങ്ങനെ വിക്സ് താഴോട്ട് പോകുമ്പോൾ ഓപ്ഷൻ ബയേഴ്സിന് കാശ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓപ്ഷൻ സെല്ലേഴ്സിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാനും പറ്റും. സോ അത് രാവിലെ തന്നെ ശ്രദ്ധിക്കണം. ഇന്നലെ നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നതുപോലെ ഈ 21 നിന്നും 20.7 നിന്നും 16 യാത്ര എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രൈസ് പോയിട്ടുണ്ട്. അതായത് ഒരു 250 രൂപയുള്ള ഒരു 100-110 രൂപയിലേക്കെങ്കിലും ആ പ്രൈസ് എത്തിയിട്ടുണ്ടാവും ഒറ്റയടിക്ക്. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണ്. ഓപ്ഷൻ ബയേഴ്സ് എൻട്രി എടുത്തതിന് ശേഷം ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് നമ്മൾ പുറത്താകും എങ്കിൽ കൂടി അത് ലോസിലേക്ക് തന്നെ അവസാനിക്കുള്ളൂ എന്നാണ് ഇന്ന് ഉദ്ദേശിച്ചത്. ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തത് 23,328 ഇനി CPR-ലേക്ക് വരികയാണെങ്കിൽ 23,315, 301, 288 എന്ന രീതിയിൽ ഏകദേശം ഒരു 14 പോയിന്റിന്റെ ഗ്യാപ്പിലാണ് CPR വന്നിട്ടുള്ളത്. അല്പം വൈഡ് തന്നെയാണ്. നാരോ CPR എന്ന് പറയാൻ പറ്റില്ല. നോ ട്രേഡ് സോൺ വന്നിട്ടുള്ള 329, 307 എന്ന രീതിയിൽ 22 പോയിന്റ് വൈഡ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഹയർ സൈഡിലെ ഒരു ബ്രേക്ക് ഔട്ട് ലൈൻ എന്ന് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ 23,329 തന്നെയാണ് ബ്രേക്ക് ഔട്ട് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി താഴോട്ടുള്ള ബ്രേക്ക് ഡൗണിന് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ 23,288 നമുക്ക് താഴോട്ടുള്ള ലെവലായിട്ട് കൺസിഡർ ചെയ്യണം. കാരണം നോ ട്രേഡ് സോണും CPR അടുത്തടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ 288 അല്ലെങ്കിൽ 329, 30 പോയിന്റിന്റെ 29 പോയിന്റോ 30 പോയിന്റോ ഉള്ള 31 പോയിന്റ് അല്ലേ, 31 പോയിന്റിന്റെ ഒരു നോ ട്രേഡ് സോണാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കേണ്ടത്. ഇനി 23,329 കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 549 വരെ അത് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. 200 പോയിന്റോളം 220 പോയിന്റോളം ഒരു അപ്പ് മൂവ്മെന്റ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 23,500 എന്ന ഒരു വാല്യൂ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. സോ അവിടെ നിങ്ങൾ ഒരു 23,485 മുതൽ 515 വരെയൊക്കെയുള്ള ആ ഒരു ഗ്യാപ്പിൽ റിജക്ഷൻ വരും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ട് വേണം ഇവിടെ നിന്ന് വണ്ടി കയറാൻ വേണ്ടിയിട്ട്. ഇനി താഴോട്ട് 23,288 കട്ട് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ 23,108 വരെ ഏകദേശം 180 പോയിന്റ് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്.
സോ ഇതിൽ രണ്ടിൽ ഏതാണോ വർക്കൗട്ട് ആവുന്നത് ആ രീതിയിലേക്ക് കയറി അങ്ങ് കാത്തിരിക്കുക. ദെൻ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം. കാരണം നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളുമാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ കാണാനില്ലെങ്കിൽ പിന്നെ ഞാനിത് ആർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യുന്നത് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വരും. അതോടുകൂടി പരിപാടി നിർത്തി ഞാൻ പോകേണ്ടി വരും. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഇതിനകത്ത് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഡാറ്റ, അതായത് നിങ്ങളുടെ ഒരു വർക്ക് കുറക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതെനിക്കായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ ആ വർക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.